ഇന്ത്യയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പതാക ഇങ്ങനെ പറക്കുന്നത് കാണാൻ പറ്റും. ഒരേ സമയം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും കൊടികൾ താഴ്ത്തുന്നത് ഡെയിലി നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വാഗാ ബോർഡറിലാട്ടോ. ഹായ് നമസ്കാരം, ആസൂസ് ആണ്. ഞാനിപ്പോൾ പഞ്ചാബ് അമൃത്സറിൽ നിന്നും 129 കിലോമീറ്റർ അപ്പുറത്തുള്ള വാഗാ ബോർഡറിലാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിലുള്ള ഒരേ ഒരു മുറിച്ചു കടക്കൽ പാതയാണ് ഈ വാഗ. ഭാരതത്തിലെ അമൃത്സറിൻ്റെയും പാകിസ്ഥാൻ ലാഹോറിൻ്റെയും ഇടയിലാണ് ഇതിൻ്റെ സ്ഥാനം വരുന്നത് കേട്ടോ. നമ്മൾ പഞ്ചാബിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ 150 രൂപ ഒരാൾക്ക് കൊടുത്താൽ അവിടേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഓട്ടോയിൽ ഒരു ഷെയർ ആയിട്ടായിരിക്കും കൊണ്ടുപോകട്ടോ. ആദ്യമേ പറയാം, ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. പക്ഷേ VIP-കൾക്ക് എന്തോ ഒരു ഓൺലൈൻ സംവിധാനം ഉണ്ട്. ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതെടുക്കാൻ പറ്റുമെങ്കിൽ അതെടുത്ത് തന്നെ പോവാം. കാരണം അവിടെ ഞാൻ 2:30 വന്നിട്ട് ഈ വെയിലത്ത് ക്യൂ നിൽക്കുകയായിരുന്നു. 4 മണിക്കാണ് ഉള്ളിലേക്കുള്ള സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റിയത്. 4 മണിക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാലും ഷോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം 6 മണിയോളം ആവും. അങ്ങനൊരു അവസ്ഥയും കൂടിയും അവിടെയുണ്ട്. ഞങ്ങളിത് 3-4 ആൾക്കാർ അങ്ങനെ പറഞ്ഞു പോയി. പക്ഷേ ഞങ്ങൾ പോയത് ഏറ്റവും ചൂടുള്ള സമയത്തായിരുന്നു, ഈ ഓഗസ്റ്റ് 12-ന്. അവിടുത്തെ ആ ചൂട് അസഹനീയമായിരുന്നു. പക്ഷേങ്കിൽ ഇന്ത്യക്കാരനെന്ന വികാരം അതവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാവും എന്നുള്ളത് ഒരു സത്യമാണ്. ഇവിടെ ഇതാണ് പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ബോർഡർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. അവിടെ സ്റ്റേജും സ്റ്റേഡിയം ഒക്കെ ഇങ്ങനെയായിട്ട് ഇന്ത്യൻ്റെ ഇങ്ങനെയാണ് കാണാനുള്ളത്. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അത് നിറഞ്ഞ് കവിയുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. അതെ, ഞാൻ മുറിച്ച് കടക്കൽ എന്ന് പറഞ്ഞില്ലേ, ഇതാണ് സംഭവം. ബസ്സിൽ കുറച്ച് ആളുകളുണ്ട്, വിസയുള്ളവരായിരിക്കും. അവരിതാ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലൂടെ പാകിസ്ഥാനിലേക്ക് കടക്കുകയാണ്. ഇനിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഇന്ത്യയെ നമുക്ക് ചില സമയത്ത് നമ്മൾ മനസ്സിലങ്ങ് ഉൾക്കൊള്ളുന്ന ചില നിമിഷങ്ങൾ ഇവരവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഒരു സ്പിരിറ്റ് നമ്മൾക്കുള്ളിലേക്ക് അവർ കയറ്റും. ഇതൊരു പ്രകടനമായിട്ട് മാത്രം കാണുക. ഇന്ത്യ ചെയ്യുന്ന അതുപോലെ തന്നെ പാകിസ്ഥാനും അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നമുക്ക് ചുമ്മാങ്ങിരുന്നാൽ മതി, നമുക്ക് വല്ലാത്ത ആവേശം തോന്നും അവിടെ ഇരിക്കുന്ന ആ പ്രകടനങ്ങൾ നടക്കുന്ന ആ ഒരു 1.5 മണിക്കൂർ. ഈ പരേഡിന് അല്പം ശത്രുതയും ആക്രമണ സ്വഭാവം പുലർത്തുന്നതായിട്ടൊക്കെ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ 2 രാജ്യത്തെ ജനങ്ങൾക്കുണ്ടല്ലോ, അതൊരു പ്രത്യേക സ്പിരിറ്റ് മാത്രമായിട്ട് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ കൊടിയും അവിടെ നമുക്ക് വേണ്ടി ഉണരുന്ന ഓരോ പാട്ടുകളും അറിയാതെ നമ്മുടെ രോമം അങ്ങനെ എണീപ്പിച്ച് നിൽക്കും. അത് അവിടെ ചെന്നാൽ മാത്രം റിയലൈസ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഈ വീഡിയോ ഞാൻ പറയുന്നത് ഇത് അവിടെ പോയി കാണാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്കൊരു പാട്ടൊക്കെ ഇട്ട് നമ്മുടെ പെണ്ണുങ്ങളെ മാത്രം, വനിതകളെ മാത്രം അങ്ങോട്ട് വിളിച്ച് ഡാൻസൊക്കെ കളിപ്പിക്കുന്ന ആ ഒരു സംഭവമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ BSF ജവാന്മാരുടെ അവർ നേരിടുന്ന പ്രശ്നങ്ങളും അവർ വിജയിച്ച ചരിത്രങ്ങളും നമുക്ക് മുന്നിൽ അവർ പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ BSF ജവാന്മാരുടെയും പാകിസ്ഥാൻ്റെ റേഞ്ചേഴ്സിൻ്റെയും പരിപാടികൾ പരസ്പരം ഒരു ഇതുപോലെയാണ് അവർ പെരുമാറുക. അതായത് ഭയങ്കര സ്പിരിറ്റോട് കൂടി, ഭയങ്കര അക്രമാസക്തമായിട്ട് പോലെ, അതായത് സ്വന്തം കരുത്ത് തെളിയിക്കാൻ വേണ്ടി അവർ പെരുമാറുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. സംഭവമൊക്കെ ശരിയാണെങ്കിലും ഒരു ഇന്ത്യക്കാരനെന്ന രീതിയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് നമുക്കും ആ ഒരു പ്രസരിപ്പൊക്കെ നമുക്ക് തോന്നും. അതിലൊന്നും കുറ്റം പറയാനൊന്നും പറ്റില്ല. സ്വന്തം രാജ്യത്ത് സ്നേഹിക്കുന്നവരാണെങ്കിൽ അവൻ വിളിച്ചിരിക്കടൂ വന്ദേ മാതരം എന്നുള്ളത്. നമ്മൾ കണ്ടെങ്കിൽ കൈയൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ. ഏറ്റവും ഭംഗിയായിട്ട് ഇരു രാജ്യങ്ങളുടെയും സൗഹൃദവും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പരിപാടിയൊന്നുമല്ല. ഈ പതാക താഴ്ത്തൽ ചടങ്ങ് 1986 മുതൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അവിടെയുള്ള ആളുകളൊക്കെ, ഓഫീസേഴ്സൊക്കെ ആ ഒരു സ്പിരിറ്റിൽ അവിടെ വന്നിരിക്കുന്ന കാണികൾക്ക് ഊർജം നൽകാൻ വേണ്ടി കാണിക്കുന്നതാണ് ഇതെല്ലാം എന്നുള്ളത് അവിടേക്ക് പോകുന്നവർ മനസ്സിലാക്കേണ്ടതാണ്. ഈ പ്രകടനം 2 പേരും ഒരേപോലെയാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ഈ പതാക താഴ്ത്തൽ ചടങ്ങ് എല്ലാ ദിവസവും അവിടെ നടക്കുന്നുണ്ട്. ഈ പതാക താഴ്ത്തുന്നതോടുകൂടി അവിടെ ആ 2 ഡോറുകളും അടഞ്ഞ് ഇരു രാജ്യങ്ങളായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഈ ഡോറുകൾ തുറക്കുന്നുണ്ട്.
ഒരു രണ്ട് രാജ്യത്തിൻ്റെ സൗഹാർദ്ദവും അത്ര തന്നെ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പറ്റും. ഇതേ നമ്മുടെ BSF ജവാന്മാർ ഇത്രയും നേരം നമുക്ക് ഊർജ്ജം നൽകിയ നമ്മുടെ സ്വന്തം ജവാന്മാർ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ഒരു ഇന്ത്യക്കാരനായതിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പഞ്ചാബിലോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ ഈ വാഗാ ബോർഡർ പോയി കണ്ടിരിക്കണം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.